പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച, ദുഃഖ്രാന തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. കർത്താവേ, മാർത്തോമാസ്ലിഹായെ പോലെ അങ്ങയെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പ്രഭാതം നൽകിയിരുന്ന നന്ദി പറയുന്നു. കടമുള്ള ദിവസമായെന്ന് കർത്താവിനോടുകൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ കൃപ തരണമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം ധ്യാനിക്കാം. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. മറ്റുള്ളവരുടെ ക്രിസ്തു അനുഭവം കാണുകയോ കേൾക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാളുകൾ കഴിയും തോറും ആ വിശ്വാസം മങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ സ്വന്തമായൊരു ക്രിസ്തു അനുഭവം കിട്ടിയിട്ടാണ് അവനിൽ വിശ്വസിക്കുന്നതെങ്കിൽ ആരൊക്കെ അവനെ ഉപേക്ഷിച്ചു പോയാലും നാം അവനെ ഉപേക്ഷിക്കില്ല. മാർത്തോമാസ്ലിഹായെ പോലെ വാശിയോടെ ഒരു ക്രിസ്തു അനുഭവം സ്വന്തമാക്കാൻ നമുക്കും ഇന്ന് പരിശ്രമിക്കാം. ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി നാം മാറട്ടെ. എല്ലാവർക്കും ദുഃഖ്രാന തിരുനാൾ ആശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.